പള്ളിപിടുത്തക്കാരൻ വാഴൂർ മത്തായിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടം വഴി ഓടിച്ചു. എന്നെ ശ്രമിക്കുന്ന i2 ന്യൂസ് പ്രേക്ഷകരെ, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. കലഹം വിധിച്ച് ഭരണം പിടിച്ച ഓർത്തഡോക്സ് സഭയുടെ തലൈവർ വാഴൂർ മത്തായി എന്നറിയപ്പെടുന്ന മത്തായിച്ചനെ ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ്. ഈ വിധി പ്രസ്താവിച്ചപ്പോൾ ഒരുപക്ഷെ ആ വിധി പ്രസ്താവത്തിന് മുമ്പ് ജഡ്ജിമാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും ഒക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, യഥാർത്ഥത്തിൽ ഇവന്മാർ ക്രിസ്ത്യാനികളാണോ? ഇവന്മാർ ക്രിസ്തുവിനെ അറിയുന്നവരാണോ? വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇവർ ക്രിസ്തുവിൻ്റെ അനുയായികളായിരുന്നുവെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ വലിയ നൊയമ്പിൻ്റെ കാലത്ത് 36-ാം ഞായർ കഴിഞ്ഞ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവന്മാർ പള്ളി പിടിച്ച് പറിച്ചു തരണമെന്നും പറഞ്ഞ് ഇപ്രകാരം ഒരു പരാതിയുമായി ഇറങ്ങുമായിരുന്നു. അതിൻ്റെ പേരിൽ വിദ്വേഷ പ്രസംഗം നടത്തുമായിരുന്നു, വെല്ലുവിളി നടത്തുമായിരുന്നു. ഇവന്മാർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളോ അതോ പൂച്ചാണ്ടി വേഷം ധരിച്ച സാത്താന്മാരോ എന്നൊരു പക്ഷേ ഈ ജഡ്ജിമാർ തന്നെ ചോദിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ സാത്താന്മാർക്ക് ബോധമുണ്ടാവാൻ വേണ്ടിയാവാം ഈ ചെറിയൊരു അടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊടുത്തത്. നമുക്കറിയാം, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, ഒരു 1.5 നൂറ്റാണ്ടായി ഈ തർക്കം തുടങ്ങിയിട്ട്. ഇത് കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് കോടികൾ, സാധാരണക്കാരായ വിശ്വാസികളുടെ ആയിരക്കണക്കിന് കോടികൾ ഇതുവരെ ഈ കേസുകളുടെ നടത്തിപ്പിനും മറ്റുമായി ചിലവാക്കി കഴിഞ്ഞു. ഈ പള്ളി പിടിച്ചുപറി, നമുക്കറിയാം, കാശ്മീർ ഇഷ്യൂ ലൈവായിട്ട് നിൽക്കേണ്ടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാരുടെയും പാകിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെയും ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഒരു വിഷയമുണ്ടാകുമ്പോൾ ഈ വിഷയം ആളിക്കത്തിച്ച് ദേശീയത എന്നും പറഞ്ഞൊരു പ്രചരണം നടത്താം. ഇതിൻ്റെ മറവിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാം, മറ്റുള്ള പല ഇടപാടുകളും നടത്താം. അതിനൊന്നും വലിയ ഓഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, നിയന്ത്രണമില്ല. രാജ്യസുരക്ഷ കാരണമായിരിക്കും രണ്ടു കൂട്ടരും പറയുന്നത്. അതുപോലെ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പള്ളിപിടുത്തം അല്ലെങ്കിൽ സഭാ പ്രശ്നം എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗക്കാരായി, ബാബാ കക്ഷിയും മെത്രാൻ കക്ഷിയും എന്നും പറഞ്ഞ് ഈ സഹോദരങ്ങൾ, ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഒരേ അവകാശികളായ ഈ സഹോദരങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെ തെരുവിൽ കിടന്ന് അടിച്ചു കീറുന്നത്, ഇവരെ തമ്മിലടിപ്പിച്ച് ഈ സഭാ നേതൃത്വങ്ങൾ മുതലെടുക്കുകയാണ്. കാലാകാലങ്ങളായി തുടരുന്ന ഈ കേസിന് 2017 ജൂലൈ 3 വിധിയോടുകൂടി ഒരു അറുതി വരും എന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. ആ 2017 ജൂലൈ 3 വിധിയെ വളച്ചൊടിച്ചു, ഇന്റർപ്രറ്റ് ചെയ്തു. ഈ സഭകൾ തമ്മിൽ ഒന്നായി പോകുക എന്ന ഒരു വിശാലമായ ഒരു അർത്ഥം ഉണ്ടായിരുന്ന ആ വിധി, ഈ 2017 ജൂലൈ 3 വിധി ഈ ഇത്രയും വർഷമായിട്ടും ഏതാണ്ട് 10 വർഷം ആകാൻ പോകുന്നു. അതും മടക്കി ലോഹയുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുവാനേ ഓർത്തഡോക്സ് പക്ഷത്തിന് കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് സത്യസന്ധമായ ഒരു വിധിയല്ല. ആ വിധിയുടെ മറവിൽ പല തട്ടിപ്പുകളും മാനിപ്പുലേഷനുകളും ഇവർ നടത്തുവാൻ നോക്കി. നമുക്കറിയാം, 2017 ജൂലൈ 3 വിധി എന്ന് പറയുന്നത് പ്രധാനമായും KS വർഗീസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, KS വർഗീസിൻ്റെ ആ കേസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 പള്ളികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒന്ന് കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ. ഈ 3 പള്ളികളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ കേസ് ഒടുക്കം മലങ്കര സഭയിൽ സകല പള്ളികളെയും വരിഞ്ഞു മുറുക്കി അതിൻ്റെ ഭാഗമാക്കി ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുന്നത് യാക്കോബായ സഭാ വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന 1066 പള്ളികൾ, ആ പള്ളികൾ തങ്ങൾക്ക് പിടിച്ചു തരണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ
സുപ്രീം കോടതി വിധി നടപ്പിലാക്കി തരണം എന്ന് ആവശ്യവുമായി ഇവർ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളിയിലെ മാത്രം ബാധകമായ ഈ വിധി വെച്ച് 1064 പള്ളികൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഈ പള്ളികൾ യാക്കോബായ സഭാവിഭാഗത്തിന്റെ കയ്യിലുള്ള ഈ 1064 പള്ളികൾ എത്രയും വേഗം ഞങ്ങൾക്ക് പിടിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ആ വിധി എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞവർ നടക്കുകയാണ്. ഈ 1064 പള്ളികളിൽ ഇതുവരെ 59 പള്ളികൾ പിടിച്ചെടുത്തു. അതിൽ 56 പള്ളികളും യാക്കോബായ സഭയുടെ യാതൊരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കുവാൻ പാടില്ലാത്ത യാക്കോബായ സഭാംഗങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികളാണ്. ഓർക്കുക, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികൾ, ഒരു പള്ളിയിൽ ഓരോ പള്ളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 10,000 2,000 യാക്കോബാംഗങ്ങളും 5, 6 ഓർത്തഡോക്സ് സഭാംഗങ്ങളും ഉള്ള ഈ പള്ളികളിലാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ 6 പേർക്ക് വേണ്ടി ഈ 2500 ഇടവക്കാർ മാറിക്കൊടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് സർക്കാർ നിയമിച്ച KT തോമസ് അധ്യക്ഷനായുള്ള ആ സമിതി ഇത് പരിശോധിക്കുകയും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തുവെങ്കിലും പല കാരണങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങളാൽ അതൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. ഈ ഇടവകകളിൽ ഒരു റഫറൻഡം നടത്തണമെന്നും ആ ഇടവകാംഗങ്ങളുടെ ജനഹിത പരിശോധന നടത്തി വേണം ഒരു തീരുമാനമെടുക്കണമെന്നും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായുള്ള ആ ഭരണഘടനാ പരിഷ്കാര കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പക്ഷെ അതൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ. ഇന്നും ഈ വിധി നടപ്പിലാക്കി തരണം എന്നാവശ്യപ്പെട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓർത്തഡോക്സ് പക്ഷം. ഈ 2017 ജൂലൈ 3 വിധി വന്നപ്പോൾ അന്നത്തെ കാതോലിക്കയായിരുന്ന പൗലോസ് ദിദിയൻ കാതോലിക്ക, അദ്ദേഹത്തിന് ഏറ്റവും നല്ല, അതായത് ഈ 2 സഭകൾ തമ്മിൽ ഒന്നിക്കുവാനുള്ള ഏറ്റവും നല്ല അനുരഞ്ജനത്തിൻ്റെ ഒരു സമയമായിരുന്നു. ആ അനുരഞ്ജനം ഉണ്ടാകുമെന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതി ഇപ്രകാരം ഒരു വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ കലഹത്തിന്റെ അപ്പോസ്തോലനായ ഇന്നത്തെ കാതോലിക്ക എന്ന് പറയുന്ന ഈ വാഴൂർ മത്തായി, പഴയ സേവേറിയോസ് എന്ത് ചെയ്തു? യാതൊരു കാരണവശാലും അനുരഞ്ജനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പൗലോസ് ഇതിനെ ചാട്ടയിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ട് അപ്രകാരമുള്ള പ്രസംഗങ്ങൾ നടത്തിക്കുകയും വർഗീയ വിഷം വമ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ഈ വൈരം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തു. ഈ സഭ ഒന്നിക്കുവാനുള്ള വളരെ വലിയൊരു അവസരമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് തകർത്ത ആ സേവേറിയോസ്, അയാളാണ് ഇന്ന് മത്തായി 3 എന്ന പേരിൽ കാതോലിക്കയായിരിക്കുന്നത്. യാക്കോബായ സഭാംഗങ്ങളുടെ മാംസം വെച്ച് ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ, ഒരു ചെറിയ കുരിശുമൂട് കിട്ടുവാൻ ഞങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ കള്ളം പറയുമെന്ന് പറഞ്ഞ ആ പൗലോസ് ദിദിയനെ ദൈവം തമ്പുരാൻ ഇരുന്നു വാഴുവാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ആ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ അദ്ദേഹം ക്യാൻസർ രോഗിയായി അവിടെ ചികിത്സിച്ച് അവിടെ കിടന്ന് മരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് ഇരുന്ന് ഭരിക്കുവാനുള്ള അവസരം ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയില്ല. പരിമലയിലെ ക്യാൻസർ സെന്ററിൽ കിടന്നാണ് അദ്ദേഹം ശിഷ്ടകാലം ജീവിച്ച് ഭരിച്ചത്. ആ ഗ്യാപ്പിൽ പള്ളിപിടുത്തം ശക്തമായി തുടരണമെങ്കിൽ ഗുണ്ടയായ താൻ വന്നെങ്കിലേ സാധ്യമാകുകയുള്ളൂ. യാക്കോബായ സഭാംഗങ്ങളുടെ പള്ളി പിടിച്ചു പറിക്കണമെങ്കിൽ ഞാൻ കാതോലിക്കയാകണമെന്ന് പറഞ്ഞ് കസേരയിൽ കയറിയ ഭരണഘടനയെ അട്ടിമറിച്ച് പിന്നാമ്പുറത്തൂടെ കയറി വന്ന കള്ളന്മാർ കയറി വരുന്ന പോലെ കോവിഡ് കാലത്ത് കയറി വന്ന ആ വാഴൂരിലെ പൂച്ചാണ്ടി മെത്രാൻ ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ അന്തകനായി കയറിയ പള്ളി പിടിച്ചു പറിക്കുമെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ഇപ്പോൾ ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങി, പള്ളി പിടിച്ചു പറിക്കുവാൻ എന്ന് പറഞ്ഞ് വന്ന ഇയാൾ സഭാ വിഷയത്തിൽ കാര്യമായി ഒന്നും എടുക്കുന്നില്ലല്ലോ, നടപടി എടുക്കുന്നില്ല ഒന്ന് വന്നപ്പോൾ ഇതാ ഇലക്ഷൻ എടുക്കാറായപ്പോൾ ഇയാൾ പതുക്കെ പ്രതികരണവുമായി വന്നു. അതുവരെ സമാധാനത്തിന്റെ അപ്പോസ്തോലൻ ചമഞ്ഞു നടന്ന ഇയാൾ വീണ്ടും പള്ളി പിടിച്ചു പറിക്കാനുള്ള ആ ശ്രമങ്ങൾ ഊർജിതമായി ആരംഭിച്ചു. അങ്ങനെ 2024 ഒക്ടോബർ 17 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി റദ്ദ് ചെയ്തു. സർക്കാരും അപ്പീലിന് പോയി. ഇപ്രകാരം ഒരു വിധി നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സർക്കാർ അറിയിച്ചു. അങ്ങനെ സുപ്രീം കോടതി ആ വിധി റദ്ദാക്കി വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് അയച്ചു. ആ ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ ഇന്ന് മരവിപ്പിച്ചത്. ആ 6 പള്ളികൾ 2017 ജൂലൈ 3 വിധിയുടെ പശ്ചാത്തലത്തിൽ വരത്തില്ല.
സഭാ കേസ് തുടരും, അതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ 6 പള്ളികൾ, അതായത് ഇവർ പറിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട എറണാകുളം ജില്ലയിലെയും പാലക്കാട്ടെയും 6 പള്ളികൾ ഇവയൊക്കെയാണ്: പുളിന്താനം സെയിൻറ് ജോൺസ് പള്ളി, ഓടക്കാലി സെയിൻറ് മേരീസ്, മഴുവന്നൂർ സെയിൻറ് തോമസ്, പാലക്കാട് മംഗലം ഡാം സെയിൻറ് മേരീസ്, എരിക്കിൻചിറ സെയിൻറ് മേരീസ്, ചെറുകുന്നം സെയിൻറ് തോമസ് എന്നീ പള്ളികൾ പിടിച്ചു പറിച്ചു തരുന്നില്ല, കോടതി അലക്ഷ്യമാണ് എന്നും പറഞ്ഞ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വേണ്ടി 7 ചോദ്യങ്ങളുമായി അയക്കുകയും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അത് വിശദമായി പരിശോധിച്ചപ്പോൾ ഈ 2017 ജൂലൈ 3 വിധിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല, ഇതെല്ലാം വ്യത്യസ്തമായ സിവിൽ കേസുകളാണ്, അതിനെ അങ്ങനെ കണ്ട് അത് വിശദമായി പഠിച്ച് അതിന്മേൽ സെപ്പറേറ്റ് സിവിൽ കേസായി കണ്ട് വിധി പ്രസ്താവിക്കേണ്ടുന്ന കേസുകളാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇപ്രകാരം ഒരു വിധി ഇന്ന് പുറപ്പെടുവിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ആ 6 പള്ളികൾ പിടിച്ചു പറിക്കുവാൻ നിന്ന വാഴൂർ മത്തായിക്കേറ്റ കടുത്ത അടിയായിപ്പോയി. ഒരു കണക്കിന് ഇത് സർക്കാരിനും വലിയ ആശ്വാസമായി. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ 6 പള്ളികൾ പിടിച്ചു പറിച്ചു കൊടുക്കുവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലായേനെയും. അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്ത് ലോകമെമ്പാടുമുള്ള സകല ക്രൈസ്തവരും ആലോചിക്കില്ലേ, ഇവന്മാർ ക്രിസ്തുവിന്റെ അനുയായികൾ തന്നെയോ എന്ന്. ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയല്ല, ഇതേതോ ഒരു പൈശാചിക പ്രസ്ഥാനമാണ് എന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ഞായറാഴ്ച, 36-ാം ഞായറാഴ്ച, കാതോലിക്ക ദിനം. അങ്ങനെ ഒരു ദിനമുണ്ട്. ഈ നോമ്പിന്റെ 36-ാം, എല്ലാ വർഷവും 36-ാം ഞായറാഴ്ചയാണ് കാതോലിക്ക ദിനമായി ഇവർ ആചരിക്കുന്നത്. അന്ന് വലിയ ആഘോഷമാണ്. നോമ്പാന്നുള്ള കാര്യങ്ങളെല്ലാം ഇവന്മാർ മറക്കും. അന്ന് കർത്താവിൻ്റെ ആ കഷ്ടാനുഭവത്തെ സ്മരിച്ച് ആ നോമ്പിന്റെ അനുഭവത്തിലൂടെ പോകുന്നതിന് പകരം ഈ കഞ്ഞിക്കുഴിയിൽ ഈ അസുരലോകത്തിരിക്കുന്ന ഈ പൂച്ചാണ്ടി വേഷവും ഇട്ടിരിക്കുന്നവന് കാതോലിക്ക കീ ജയ്, കാതോലിക്ക കീ ജയ് എന്ന് പറഞ്ഞ് മൊണ്ണക്കുഞ്ഞുങ്ങൾ കാറിക്കൂവി പള്ളിക്ക് ചുറ്റും അവരുടെ ജംഗ്ഷനിൽ കൂടെ നടക്കുന്ന ഒരു ദിനമാണ് അന്ന്. ഈ പൈശാചിക പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാപനത്തിന്റെ 1912 സ്ഥാപിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണെന്നാണ് ഇവന്മാർ പറയുന്നത്. വിദേശികമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് കാറിക്കൂവി അന്ന് നടക്കും. വിദേശികമായ ഒന്നിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ സഭയുടെ പിതാവായ പാത്രിയർക്കീസിനെ ഞങ്ങൾക്ക് വേണ്ട, യഹൂദനായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഹെർമൻ ഗുണ്ടൻ തർജ്ജമ ചെയ്ത ബൈബിൾ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അന്ത്യോക്യൻ പാരമ്പര്യമുള്ള അന്ത്യോക്യൻ പിതാക്കന്മാരുടെ ആ വേഷവിധാനങ്ങളും ആ സകല വേഷവിധാനങ്ങളും അന്ത്യോക്യൻ പിതാക്കന്മാരുടെ, തക്സ അന്ത്യോക്യൻ പിതാക്കന്മാരുടെ, വീശുന്ന ധൂപക്കുറ്റിയും മറുഭാസയും അന്ത്യോക്യൻ പിതാക്കന്മാരുടെ, പറയുന്ന ഭാഷ സുറിയാനി ഭാഷ അന്ത്യോക്യൻ പിതാക്കന്മാരുടെ, സകലതും അന്ത്യോക്യൻ. പേര് പോലും ഈ ലാടം മത്തായി എന്നുള്ള പേര് കളഞ്ഞിട്ട് അന്ത്യോക്യൻ പിതാക്കന്മാരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന, സ്വന്തമായി ഇട്ടേക്കുന്ന ഇന്ത്യൻ ടൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ, കൗബീനം ഉടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ തദ്ദേശീയമായിട്ടുള്ളൂ, ബാക്കി എല്ലാം വിദേശീയവും വല്ല ആമ്പിള്ളാരുടെയും അടിച്ചു മാറ്റിയതാണ്. അപ്രകാരം സ്വന്തമായി ഇന്ത്യൻ ടൈ കിട്ടുന്നവനാണെങ്കിൽ ആ ടൈ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ, പിന്നെ ചിരട്ടക്കരിയും ബാക്കിയെല്ലാം വൈദേശികമായ പാത്രിയർക്കീസ് പാരമ്പര്യവും കടംപേറി നടക്കുന്ന ഈ കഞ്ഞിക്കുഴി ആസ്ഥാനമായിട്ടുള്ള ഈ പൈശാചിക സഭ കഴിഞ്ഞ ഞായറാഴ്ച ഇദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്ക് ആദ്യമായി കാണാം. ഒന്നോർക്കണം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആ കഷ്ടാനുഭവത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്ന ആ 36-ാം ഞായറാഴ്ച പ്രകാരം മാനവരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ കുരിശിൽ യാഗമായി അർപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ ആ വലിയ ത്യാഗത്തിൻ്റെ സ്മരണയെ ഓർക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ നോമ്പിൻ്റെ വിശുദ്ധമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പൈശാചികദാസൻ, ഈ പൂച്ചാണ്ടി വേഷം കെട്ടിയ ഈ വാഴൂരിലെ ഈ മത്തായി എന്ന് പറയുന്ന മത്തായി മൂന്നാമൻ ചെങ്ങന്നൂരിലെ ഒരു പള്ളിയിൽ കാതോലിക്ക ദിനത്തിൽ നടത്തിയ ഒരു പ്രസംഗം കേൾക്കുക. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹമേ, ലജ്ജിച്ച് തലതാഴ്ത്തുക. ഇതൊരു സഭാധ്യക്ഷന്റെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മത്തായി മൂന്നാമന്റെ അഥവാ വാഴൂർ മത്തായിയുടെ ആ പൈശാചിക മഹനീയന്റെ
പ്രസംഗത്തിലേക്ക്. ആ സഭയുടെ സ്വാതന്ത്ര്യത്തിന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ മലങ്കര സഭയിലെ വൈദികരായിട്ട്, അൽമായക്കാരായിട്ട്, മേൽപ്പട്ടക്കാരായിട്ട് ഒരു കുഞ്ഞു പോലും തയ്യാറാവുകയില്ല എന്നുള്ളത് ലോകമെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായ സത്യമാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ, മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കും സ്വാതന്ത്ര്യത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അനേകരെയും മലങ്കര സഭയ്ക്ക് അറിയാം. പക്ഷേ മലങ്കര സഭയ്ക്ക് ആരോടും പരാതിയില്ല. സഭ ഏതെല്ലാം തരത്തിലുള്ള തീക്കകത്തൂടെ പോയില്ല എന്നാലും ഒരു കാര്യം വ്യക്തമാണ്: കുന്തമേറ്റ് രക്തസാക്ഷിയായി തീർന്ന മാർത്തോമാ ശ്ലീഹായുടെ നസ്രാണി പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സജീവമായ സഭയാണ് മലങ്കര സഭ. അത് മറന്നുപോകരുത്. മലങ്കര സഭയുടെ 34 ഭരണഘടന കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ പള്ളി പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനേതറ്റം വരെയും, മരണം വരെയും ഞങ്ങൾ പോരാടുമെന്നുള്ളതിന് യാതൊരു സംശയവും. സഹോദരങ്ങളെ, കാതോലിക്കന്റെ കീഴിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള വൈദേശിക മേലധ്യക്ഷത്തിന്റെ കീഴിൽ പോകുവാൻ മലങ്കര സഭ ഒരിക്കലും തയ്യാറായിട്ടില്ല. മരിക്കുന്നതുവരെ ഞങ്ങളുടെ സിരകളിൽ രക്തമുള്ളിടത്തോളം കാലം തയ്യാറാവുകയുമില്ല എന്നുള്ളത് മറന്നിരിക്കരുത്. ഓർത്തുകൊള്ളണം. ഈ സഭയുടെ മക്കളായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, സന്തോഷം, അഭിമാനം വിറ്റുകളയാതെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് കഴുതപ്പുറത്തേറി എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ആ സന്ദേശം പകരുന്നതിനായി, തുടർന്ന് തൻ്റെ കഷ്ടാനുഭവ പീഡാനുഭവ വാരങ്ങളിലൂടെ കടന്നു പോകുവാൻ ഒരുങ്ങുന്ന ആ വിശ്വാസി സമൂഹത്തെ സജ്ജമാക്കേണ്ടുന്ന ആ സഭാധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണ് ഇത്. ഈ കഷ്ടാനുഭവ വാരത്തിൻ്റെ തുടക്കത്തിൽ ഈ പൈശാചികന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് യാക്കോബായ സഭാംഗങ്ങളുടെ സഹോദര സഭയുടെ പള്ളി എങ്ങനെ പിടിച്ചു പറിക്കാം, ആ 6 പള്ളി എങ്ങനെ എൻ്റെ കയ്യിൽ പെട്ടെന്ന് വരാം, അതിനെ അനുകൂലിക്കുന്ന മനുഷ്യരായിട്ടുള്ള സകല സംവിധാനത്തെയും ഞാൻ തകർത്ത് കളയുമെന്ന് ഇവൻ കൈ ചൂണ്ടി പറയുന്നു. ഈ വാഴൂർ മത്തായി എന്ന് പറയുന്ന ആ പഴയ CITU തൊഴിലാളി ഇവനെ യാതൊരു കാരണവശാലും മദ്ബഹയിൽ ഒരു ശുശ്രൂഷകനായിട്ട് പോലും കയറ്റാൻ യോഗ്യതയോ കൊള്ളുവോ ഇല്ലാത്തവനാണെന്ന് അന്ന് പാറേട്ട് തിരുമേനി പറഞ്ഞത് എന്നതാ യാഥാർത്ഥ്യമാകുകയാണ്. ആ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആ ദീർഘദർശി പറഞ്ഞു, യാതൊരു കാരണവശാലും ഇവനെ ഒരു വൈദിക വൃത്തിക്ക് കൊള്ളാവുന്നവനല്ല. തൊഴില് കൊണ്ട് അപമാനിക്കുകയാണെന്ന് നമ്മൾ പരിധരുത്തരുത്. ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ഇയാളുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ കുടുംബത്തിൽ നിന്നും വന്നവൻ, അതൊരു മോശം തൊഴിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കശാപ്പുകാരൻ്റെ മകൻ ഒരു വൈദികനായി വരുമ്പോൾ അവൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഈ ഇറച്ചി കണ്ടിച്ച് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മൃഗത്തെ കൊന്ന് അതിൻ്റെ മാംസം വെട്ടി നുറുക്കി അത് തൂക്കി വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആഹ്ലാദം, ആ അറവ് മൃഗം പിടഞ്ഞ് ചോര ചീന്തി മരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അത്യാനന്ദം, ഇത് കണ്ടു വളർന്ന ഒരുത്തൻ അവൻ വൈദികനല്ല, അവൻ മെത്രാനല്ല, തോലിക്കനായാലും അവൻ്റെ ആ ചിന്താഗതി മാറത്തില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ വാഴൂർ മത്തായി എന്ന് പറയുന്ന ആ മകൻ ഇന്ന് കാതോലിക്ക പദവിയിൽ ഇരുന്ന് കാണിക്കുന്ന പണതി. ആ പഴയ കശാപ്പുകാരൻ്റെ അതേ മാനസികാവസ്ഥയോടെ അയാൾ ഇന്നിതാ സഹോദര സഭയുടെ സഹോദരങ്ങളുടെ ചോര ചീന്തിക്കുവാൻ ഇയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കലഹം വിതച്ച് ഭരണം പിടിച്ച മത്തായി മൂന്നാമൻ, ഇയാളെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞു, ഇവൻ ചെങ്കിരിയാണ്, ഇവൻ കലഹപ്രിയനാണ്, സമാധാനത്തിൻ്റെ ദൂതനല്ല, കലഹത്തിൻ്റെ, നാശത്തിൻ്റെ, സെപ്പറേഷൻ്റെ ആത്മാവാണ് ഇവനിൽ വസിക്കുന്നത്.
ഇവനിൽ ദൈവാത്മാവ് കുടികൊള്ളുന്നില്ല എന്ന് തുടക്കം മുതൽ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആ വാക്കുകൾ ശരിയായതിനാലാണ് ഞങ്ങളെ എതിർത്ത 90% ആളുകളും ഇന്ന് ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്നത്, i2 ന്യൂസിൻ്റെ വാർത്തകളെ ഒപ്പം നിൽക്കുന്നത്. ഇദ്ദേഹം കാതോലിക്കയായപ്പോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ കാളവണ്ടിക്കാരനായിരുന്നു, അമ്മ അടുത്ത വീടുകളിൽ പണിക്ക് പോയിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. ഇതുപോലെ എളിമയുള്ള ഒരു സാധാരണക്കാരുടെ ഒരു കുടുംബത്തിൽ നിന്നും വന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് സാധാരണ ജനങ്ങളുടെ വിശ്വാസികളുടെ അവൻ്റെ വിശപ്പിൻ്റെ വില അറിയാം, സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് നമ്മൾ കരുതി. എന്നാൽ ഇയാൾ ചെയ്തത് പൗലോസ് കാതോലിക്ക ബാബയുടെ അദ്ദേഹം സഞ്ചരിച്ച ആ ബെൻസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ബെൻസ് മറച്ചുവിറ്റ് ഏറ്റവും വില കൂടിയ ലെക്സസ് മേടിക്കുന്നു, കാമറി മേടിക്കുന്നു. ഇപ്പോൾ ഇതാ പേഴ്സണലൈസ്ഡ് സംവിധാനങ്ങൾ ഒരുക്കിയ ടൊയോട്ട വെൽഫെയർ കേരളത്തിൽ ആദ്യമായി എടുത്തത് ഈ പഴയ കാളവണ്ടിക്കാരൻ്റെ മകൻ വാഴൂർ മത്തായിയാണ്. കഴുതപ്പുറത്തേറി കാലിക്കൂട്ടിൽ പിറന്ന് എളിമയുടെ സന്ദേശം പകർന്ന ആ ക്രിസ്തുവിൻ്റെ സന്ദേശം പകരുവാൻ ഇന്ന് ഈ വാഴൂർ മത്തായി വരുന്നത് ടൊയോട്ട പേഴ്സണലൈസ്ഡ് മോഡിഫിക്കേഷൻസ് വരുത്തിയ ആ വെൽഫെയറിലാണ്. ഇതുപോലെ എത്രയോ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി. ഓടി നടന്ന പിരിവ്, സഹോദരൻ എന്ന് പറഞ്ഞ പേരിൽ 16 ട്രസ്റ്റുകൾ, സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ മനുഷ്യന് ഇയാളെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് ഒരു ഉരുള ചോറ് പോലും വാരി കഴിക്കുവാൻ പ്രാപ്തിയില്ലാത്തൊരു മനുഷ്യൻ. ഇവൻ ഈ വെട്ടിക്കൂട്ടി കട്ടുപിടിച്ച് സഹോദര സഭകളുടെ പള്ളി പിടിച്ചു പറിച്ചുണ്ടാക്കുന്ന ഈ പൂച്ചാണ്ടി വേഷക്കാരന്, ഈ വാഴൂർ മത്തായിക്ക് ഒരു നേരത്തെ ചോറുണ്ണാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ കൊടുത്തില്ല. ഈ എഞ്ചിൻ 5 വർഷത്തിൽ കൂടുതൽ ഓടില്ല എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഈ സഭയിലെ കസേരമോഗികളായ മെത്രാന്മാർ ഈ വാഴൂർ മത്തായിയെ കാതോലിക്കയാക്കുവാൻ ആ പൈശാചിക പ്രവൃത്തിക്ക് കൂട്ടുനിന്നത്. എന്നാൽ അവരെല്ലാം ഇന്ന് അത്ഭുതത്തിലാണ്. കാരണം ഈ വണ്ടി ഓടാൻ തുടങ്ങിയിട്ടിപ്പോൾ നാളുകൾ കുറേയായി, ഉടനെയൊന്നും ഷെഡിൽ കയറുന്ന സാഹചര്യമില്ല എന്ന് പറഞ്ഞ അവന്മാർ പിറുപിറുത്തു തുടങ്ങി. ഈ പൈശാചികദാസൻ യഥാർത്ഥത്തിൽ സർക്കാർ ഒരു ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ പരിമലയിൽ വീഴുന്ന കണ്ണീരിന്റെ കാശുകൾ കോടിക്കണക്കിന് രൂപ ഷെഡ്യൂൾഡ് ബി കാറ്റഗറി എന്ന് പറഞ്ഞ് എല്ലാ ആഴ്ചയിലും ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഈ സഭയിൽ കള്ളപ്പണം FCRA മരവിപ്പിച്ചപ്പോൾ പല പല ഹവാല പ്രസ്ഥാനങ്ങളിലൂടെ ഇയാൾ നടത്തുന്ന പിരിവുകൾ പോകുന്നത് എങ്ങോട്ടാണ്? ഈ സഭ നടത്തിയേക്കുന്ന ഒറ്റ പാൻ കാർഡിൽ നടത്തുന്ന സാമ്പത്തിക ആയിരക്കണക്കിന് പള്ളികളുടെ കണക്കുകളിൽ മാനിപ്പുലേഷൻ നടത്തി ഈ രാജ്യത്തെ കബളിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തെ, ഈ മത്തായി മൂന്നാമന്റെ ആസ്ഥാനമായ ദേവലോകം എന്ന് യഥാർത്ഥത്തിൽ ഇയാൾ വിളിക്കുന്ന ആ അസുരലോകത്തിൽ ചെന്നാൽ കൃത്യമായ കണക്കെടുപ്പ് നടത്തിയാൽ ഇയാൾ അഴിക്കുള്ളിൽ കിടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്ക് സാമ്പത്തിക തട്ടിപ്പുകളാണ് ഈ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു കയ്യിൽ. ഇതൊരു പൈശാചിക പ്രസ്ഥാനമാണ്, പൈശാചിക സഭയാണ്. ഇവന്മാർ ഒരു സൈഡിലൂടെ പള്ളി പിടിച്ചു പറിക്കുമ്പോൾ ഇവന്റെ പള്ളിയിൽ വിശ്വാസികൾ കിടന്ന് കുർബാന നടക്കുന്ന സമയത്ത് തമ്മിലടിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച i2 ന്യൂസ് ഒരു വാർത്ത കൊടുത്തിരുന്നു. കുർബാന കഴിഞ്ഞ് പാതിരിയുടെ മുന്നിൽ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് അടിക്കുന്നു. ഇവരുടെ വൈദികന്മാർ എന്ന് പറയുന്ന ആഭാസന്മാർ പെണ്ണുകേസുകളിൽപ്പെട്ട് നാണം കെടുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് നാണക്കേടുണ്ടായ ആ കുംഭസാര പീഡനം, കുംഭസാരത്തിന്റെ മറവിൽ ഒരു യുവതിയെ 5 വൈദികന്മാർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും ഭോഗിക്കുകയും ചെയ്ത ആ കേസിലെ പ്രതികളായ 5 പേർ ഈ ഓർത്തഡോക്സ് സഭയിലെ, ഈ പള്ളി പിടിച്ചു സഭയിലെ വൈദികന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭർത്തൃമതിയായ കോട്ടയത്തുള്ള ഒരു വീട്ടമ്മയെ അവരെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത് അവരുടെ കുടുംബം തകർത്ത് അവർ അവസാനം ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഇന്ന് പാമ്പാടി ദേറായിലെ മാനേജരായിട്ട് വിലസുന്നു. അവൻ കുർബാന കളിച്ച് നടക്കുന്നു.
ഹൂത്തോമ പാടി അമ്മാമ്മമാരെ ഉറക്കുന്നവൻ കാമഭ്രാന്തൻ ഇന്ന് പാതിരിയായി നടക്കുന്നു. സെമിനാരി വിദ്യാർത്ഥികളുടെ മുറികളിൽ വൈകുന്നേരം വെളിച്ചെണ്ണക്കുപ്പയുമായി പോയിരുന്ന കുണ്ടറപ്പണിക്കർ അടുത്ത കാതോലിക്ക ആകുവാൻ കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓടുന്ന കാറിൽ ഓടക്കുഴൽ വായിച്ച ആ മെത്രാനിത വണ്ടി ആക്സിഡന്റായി റോഡിൽ ചിതറിത്തെറിച്ചു. ഇവന്മാരുടെ ഓരോ മെത്രാന്മാരും അതുപോലെ ചെങ്ങന്നൂരിലെ തോമസ് മാർ അത്താനിയോസ് എന്ന ആ മെത്രാനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ എറിഞ്ഞു കളഞ്ഞു. അയാളുടെ സ്വകാര്യ ട്രസ്റ്റ് അടക്കം കയ്യേറി. യാക്കോബായ സഭയുടെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ആ മൂന്ന് മെത്രാന്മാരെ മുത്തൂറ്റ് ജോർജ് എന്ന് പറയുന്ന മുൻ അൽമായ സെക്രട്ടറി ചാക്കിട്ട് ഈ സഭയിലേക്ക് പിടിച്ച ആ കേസ് അട്ടിമറിച്ചു. ആ 3 മെത്രാന്മാരും ഇന്ന് ഈ ഓർത്തഡോക്സ് സഭയിൽ ഇരിപ്പുണ്ട്. തൃശ്ശൂരിലെ മിലിത്തിയോസ്, അതുപോലെ മൂവാറ്റുപുഴയിലെ വിത്തും തടയും ഒരേ പാത്രത്തിൽ വെച്ച് തിന്നുന്ന മെത്രാൻ, അമേരിക്കയിലെ പബ്ബുകൾ തോറും ചേക്കേറി നടക്കുന്ന നിക്കർ മെത്രാൻ, അങ്ങനെ ഏതൊക്കെ ഐറ്റപ്പുഴകൾ ഈ സഭയിൽ കാണാം. എന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു സഭയല്ല, ഈ സാത്താന്റെ സേവകന്മാരായ കുറെ പൂച്ചാണ്ടി വേഷക്കാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ഇവന്മാർക്ക് ക്രിസ്തുവിനെ അറിയത്തില്ല, വിശുദ്ധ വേദപുസ്തകത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്രകാരം അല്ലായിരുന്നുവെങ്കിൽ ഇവന്മാർ ഈ 36-ാം ഞായറാഴ്ചയെങ്കിലും ഇതുപോലുള്ള ഈ വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രസംഗങ്ങൾ ഇയാൾ നടത്തത്തില്ലായിരുന്നു. സഹോദരന്മാരുടെ പള്ളി പിടിച്ചു പറിക്കുവാൻ പോകത്തില്ലായിരുന്നു. എന്നെ ശ്രമിക്കുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങളെ, ഈ അസുരലോകത്തിരിക്കുന്ന ഈ വാഴൂർ മത്തായിയെ ഇവനെ അവിടിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത് കാലിൽ വാരി തറയിലടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇവന്റെ അടുത്ത് പോയി ചോദിക്കണം, അല്ലയോ മത്തായി മൂപ്പ, കാതോലിക്ക ബാവ, ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമല്ലേ ഈ പള്ളി പിടിച്ചു പറി? ഈ പിടിച്ചു പറിക്കുന്ന പള്ളിയിൽ നമുക്ക് നിന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? ഈ പിടിച്ചുപറിയിലൂടെ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതിലൂടെ എന്ത്? കർത്താവ് പരസ്പരം സ്നേഹിക്കാൻ, തമ്മിൽ സ്നേഹിക്കുവാനല്ലേ പറഞ്ഞത്? നമുക്ക് ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് രമ്യമായി പരിഹരിച്ചുകൂടെ? വിശുദ്ധ വേദപുസ്തകത്തെക്കാളും ദൈവം തമ്പുരാനേക്കാളും നിങ്ങൾക്ക് വിശ്വാസം മിസ്രയിലും ശ്രീകുമാർ വക്കീലിലും ഒക്കെ ആണോ? ഈ പുല്ല് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അധികകാലം ഈ കച്ചവടം കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുമോ? വരും തലമുറ നിന്റെയൊക്കെ താടിക്ക് പിടിച്ചു വലിക്കില്ലേ? നമ്മുടെ പള്ളികൾ നാളെ പബ്ബുകളും ഡാൻസ് ബാറുകളും വ്യഭിചാരശാലകളുമായി മാറത്തില്ലേ? നിങ്ങൾ കുർബാന കളിച്ചുകൊണ്ടിരുന്ന ഈ പള്ളികളിൽ കാബറേ ഡാൻസ് കളിക്കൂലേ എന്ന് നിങ്ങളുടെ വരും തലമുറ ചോദിക്കത്തില്ലേ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മത്തായി മൂപ്പ ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് കിഴക്കോട്ടിരുന്ന് ദൈവത്തെ വിളിച്ച് ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചോദിച്ച് ദൈവത്തെ വിളിച്ചിരുന്നാൽ ഒരുപക്ഷെ നിന്റെ പാപങ്ങൾ ദൈവം തമ്പുരാൻ മോചിച്ചു തരുവാനിടയുണ്ട്. നിന്റെ തലമുറ നന്നാകാനിടയുണ്ട്. ഈ സഭയിലെ അടിമകളായ മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് വിവരം വെക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കലഹത്തിന്റെ മാർഗം വെടിഞ്ഞ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പൊരുളറിഞ്ഞ് ഈ കഷ്ടാനുഭവാഴ്ചയുടെ ഈ പീഡാനുഭവവാരത്തിന്റെ മഹത്വം അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുക എന്ന് പറയുവാൻ ധൈര്യമുള്ള എത്ര മുണ്ണക്കുഞ്ഞുങ്ങൾ ഈ ഓർത്തഡോക്സ് സഭയിലുണ്ട്. ഈ പള്ളി പിടിച്ചു പറി കൊണ്ട് നിങ്ങൾ എന്ത് നേടും? പറ്റുമെങ്കിൽ ഈ തമ്മിലടിച്ച് നിൽക്കുന്ന ഈ 2 സഭകളെന്ന് ഞാൻ പറയുവാൻ എനിക്ക് തോന്നുന്നില്ല. ഈ 2 പ്രസ്ഥാനങ്ങളും ഒന്നിക്കണം. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു പ്രസ്ഥാനമായി മാറുമായിരുന്നു ഇത്. ഏതു തരത്തിലും, ആത്മീയമായ കാര്യത്തിലാണെങ്കിലും ഭൗതികമായ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയമായ മേഖലയിലാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വലിയ നേട്ടം കയ്യുവാൻ പറ്റുമായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുക, ഇന്നുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഓരോ പദവികൾ കൈയാളുന്നത്, നിങ്ങൾ പോയി കുനിഞ്ഞു നിൽക്കുന്നത് ആരുടെയൊക്കെ മുന്നിലാണ് എന്ന് സ്വയം ഒരു ആത്മവിചിന്തനം നടത്തുക. ഈ സഭാംഗമായ ഉമ്മൻചാണ്ടിയെ നീയൊക്കെ കൊല്ലാതെ കൊന്നു.
ഉമ്മൻചാണ്ടിയെ മാമോദിസ മുക്കിയ ആ മാമോദിസ തൊട്ടി ശപിക്കപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞ ആ സഭാളക്കണ്ണൻ മെത്രാൻ ഇന്നും ഈ സഭയിൽ തേരാപാര നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അതുപോലുള്ള ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഓരോ നേതാക്കന്മാർ വളർന്നു വരേണ്ടുന്നവരുടെ നാമ്പ് നുള്ളിക്കളഞ്ഞ നീയൊക്കെ ഇതൊക്കെ കണക്ക് പറയേണ്ടി വരും. കാലം ഒന്നും മറക്കില്ല, മാപ്പാക്കില്ല എന്ന് മാത്രം അറിയുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് നൽകിയ ആ വിധി എന്ന് പറയുന്നത് നിനക്കൊക്കെയുള്ള ആദ്യത്തെ ഒരു ചെറിയ അടിയാണ്. ഈ നോമ്പുകാലത്ത് ഈ പള്ളി പിടിച്ചു പറിക്കണമെന്നും പറഞ്ഞിറങ്ങിയ നിനക്കൊക്കെ ഒരു ആത്മചിന്തനത്തിന്, ഒരു സ്വയം പരിശോധനയ്ക്കുള്ള ഒരു അവസരമാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് നൽകിയിരിക്കുന്നത്. അതിനെ അതിൻ്റെ സ്പിരിറ്റോടെ എടുക്കുക. പള്ളി പിടിച്ചു പറിക്കണമെന്ന് ഇനിയും പറഞ്ഞ് നീയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ തെരുവിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾ മാറി മാറി വരികയാണ്. നിനക്കൊന്നും ഈ വേഷവും ഇട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. നിന്റെയൊക്കെ അരമനകളിൽ ആ നാറിയ സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച ആ അരമനകളിൽ ഇടി കയറിയ നിരങ്ങും. നിന്റെയൊക്കെ സകലതും, നിന്റെ കൂടും കൊടുക്കയും നിന്റെ ഇട്ടേക്കുന്ന കൗബീനമൊഴികെ ബാക്കി എല്ലാം കണ്ടുകെട്ടപ്പെടുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് ചെവിയിൽ നുള്ളിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പേ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുക. നിന്റെ ഒന്നും ഈ പൈശാചിക പള്ളികളിൽ, പൈശാചിക കേന്ദ്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. നിന്റെയൊക്കെ സ്വന്തം വീടുകളിൽ പോയിരുന്ന് കുടുംബസമേതം ദൈവമേ എന്ന് വിളിക്കുക. അവിടെ ഇടനിലക്കാരനായി ഒരു പൂച്ചാണ്ടി മെത്രാനും ഒരു ബാവയും ഒരു വാഴൂർ മെത്തായും വേണ്ട. ഇവിടെ ആരും നിന്റെ ഭവനം പിടിച്ചു പറിക്കാൻ വരത്തില്ല, കയ്യേറത്തില്ല. അതിന് അവകാശവാദം ഉന്നയിച്ച് ആരും വരില്ല. നീയും നിന്റെ കുടുംബവും നിന്റെ ഭവനത്തിലിരുന്ന് ദൈവത്തെ വിളിക്കുക. എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് പ്രഖ്യാപിക്കുക. അപ്രകാരം ഒരു വിപ്ലവത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പള്ളി പിടിച്ചു പറിക്കുന്നതെല്ലാം നാളെ നിങ്ങൾക്ക് ബാധ്യതയായി മാറും. ഇത് യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഇതെല്ലാം കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ഇതെല്ലാം വ്യഭിചാരശാലകളോ ഡാൻസ് ബാറുകളോ ഒക്കെ ആയിത്തീരുവാൻ നിങ്ങൾ തന്നെ അതിന് സാക്ഷികളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ആ വിധി സ്വീകരിക്കുക, അടങ്ങി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.